ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടു പിന്നാലെ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുഴയുടെ എതിർവശത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുന്ന് ഇടിയുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ അർജുനായുള്ള തെരച്ചിൽ നിർണായക സൂചനകളും പുറത്തുവരുന്നു. പുഴയുടെ അടിത്തട്ടിൽ വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം. റഡാർ സിഗ്നൽ കിട്ടിയ അതേയിടത്താണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. അർജുന്റെ ലോറിയോ മറിഞ്ഞു വീണ ടവറോ ആകാമെന്ന് സൈന്യം പറയുന്നു. നാളെ ഇതേ ഇടത്തായിരിക്കും തിരച്ചിൽ. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, നിർണായകമായിട്ടുള്ള ഒരു സിഗ്നൽ അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? അതായത് വലിയ ലോഹവസ്തു എന്ന് പറയുമ്പോൾ അത് ലോറി ആകാനുള്ള സാധ്യത വളരെയധികമുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ മറിഞ്ഞു വീണ ടവർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും നാളെയോടുകൂടി അതെന്താണ് എന്ന് തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് പരിശോധന മുന്നോട്ട് പോകും. അങ്ങനെ ഒരു സൂചന സൈന്യം നൽകുന്നുണ്ടോ? അപർണ, ഏറ്റവും നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ ഗംഗാവാലി പുഴയുടെ എതിർവശത്തു നിന്നും ഗ്രാമീണർ പകർത്തിയ ദൃശ്യമാണ്. ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ സമയത്ത് ഈ കുന്നിടിയുന്ന സമയത്ത് ഗ്രാമീണർ പകർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ദൃശ്യം. പെട്ടെന്ന് തന്നെ വലിയ തോതിലുള്ള മല ഇടിഞ്ഞു വീണ് ആ പുഴയിലേക്ക് വീണ് പുഴയിൽ നിന്നും വെള്ളം ഈ ഗ്രാമീണർ താമസിക്കുന്ന ഭാഗത്തേക്ക് ഇരിച്ചു കയറുകയായിരുന്നു. അതേ തുടർന്നാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നു. പലരുടെയും മൊബൈൽ ഫോണൊക്കെ താഴെ വീഴുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. മാത്രമല്ല ഈ ഗ്രാമീണർ പറയുന്നുണ്ട് അവിടെ വണ്ടിയുണ്ട് എന്നൊക്കെ പറയുന്നതും ആ ശബ്ദം അതിൽ കന്നഡയിൽ പറയുന്ന ആ ശബ്ദവും അതിൽ കേൾക്കാം. എന്തായാലും അർജുൻ അവിടെ ആ ലോറി അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും തൊട്ടെതിർവശത്ത് ഈ ഗംഗാവലി പുഴയുടെ എതിർവശത്തുള്ള ഗ്രാമീണറാണ് ഈ ദൃശ്യം പകർത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പുഴയിൽ നിന്നും ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ചപ്പോൾ വലിയ ഉയരത്തിൽ ഈ ഗ്രാമീണരുടെ വീടുകൾക്കൊക്കെ വലിയ നാശനഷ്ടം ഈ പുഴയുടെ വെള്ളം ഇരിച്ചു കയറിയതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റെയിൽവേ ലൈൻ അതിലേ പോകുന്നുണ്ട്. അതായത് കൊങ്കൺ പാതയാണ്. ആ പാതയ്ക്ക് തൊട്ടരികിലാണ് ഈ സംഭവം. ഏതായാലും ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ എന്തായാലും പറയുന്നുണ്ട്. അത്രയും ഭീകരമായ രീതിയിലാണ് ആ മല ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അവിടെ വണ്ടിയുണ്ടെന്നാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്. ഓടി രക്ഷപ്പെടൂ എന്നും ഗ്രാമീണർ പറയുന്നത് വാക്കുകൾ അതിൽ കേൾക്കാം. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ആ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ദൃശ്യം ഇവർ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വലിയ തോതിലുള്ള ആ മല ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതും ഈ പുഴയിൽ നിന്നും വലിയ തോതിൽ വെള്ളം മുകളിലേക്ക് ഇരിച്ചു കയറുകയായിരുന്നു ഈ ഗ്രാമീണർ താമസിക്കുന്ന മേഖലകളിലേക്ക്. അങ്ങനെയാണ് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ആ ഒരു ദൃശ്യം. ഏതായാലും അതിന് തൊട്ടെതിർവശത്തുനിന്നുള്ള ദൃശ്യമാണ്, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബൈജു, അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചന ലഭിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന വിമർശനങ്ങൾ, അർജുന്റെ കുടുംബം പോലും ആശങ്കപ്പെട്ടിരുന്നത് ലോറി മണ്ണിനടിയിലുണ്ട്, കരയിലുണ്ട് എന്നുള്ളതാണ്. നദിയിലേക്ക് പോകാനുള്ള സാധ്യതയിൽ ഈ ഫോൺ അടിച്ചതടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതാ ലോറി വീഴുന്നു, വണ്ടിയുണ്ട് എന്ന് ഗ്രാമീണർ പറയുന്ന വാചകങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് ഇത് ലോറി നദിയിൽ പതിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പരിശോധനകൾ പോലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ വഴിമാറിപ്പോയി എന്നുപോലും ഒരുപക്ഷെ വിലയിരുത്തപ്പെട്ടേക്കാം. തീർച്ചയായും അപർണ, അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒരു പക്ഷേ ഈ ലോറിയുടെ ആ ശക്തി
ശക്തമായ വീഴ്ചയിൽ മണ്ണിനൊപ്പം തന്നെ ലോറിയുടെയും കാരണം വലിയ ഭാരമുള്ള ലോറിയാണ്, അത്തരത്തിൽ മരത്തടിയൊക്കെയുള്ള ഒരു ലോറിയാണ്. ആ ലോറി ഈ പുഴയിലേക്ക് പതിക്കുന്ന അതിന്റെ ആഘാതത്തിലായിരിക്കാം ഈ മണ്ണ് കൂടി അതിനൊപ്പം പുഴയിലേക്ക് പതിക്കുന്ന ആഘാതത്തിലായിരിക്കാം വലിയ തോതിൽ വെള്ളം ഇരിച്ചു കയറി എതിർവശത്തുള്ള ഗ്രാമത്തിലേക്ക് ഇത്തരത്തിൽ ഇരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഉടുവര എന്ന ഒരു ഗ്രാമമാണത്. ഈ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്ത് ഉടുവര എന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വെള്ളം ഇരിച്ചു കയറിയത്. പുഴയിൽ നിന്നും വെള്ളം ഇരിച്ചു കയറി. അങ്ങനെയാണെങ്കിൽ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യം പറയുന്നു അർജുന്റെ ലോറി ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും വളരെ വൈകിയാണ് ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത്. ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. വളരെ നിർണായകമായ ഒരു ദൃശ്യം തന്നെയാണ്. തിരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദൃശ്യം വരുത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. ഏതായാലും 8ാം നാൾ ഒരു ദൃശ്യം വരുന്നു. അത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി കാട്ടിത്തരുന്നു. ആ മല ഇടിഞ്ഞു താഴുന്ന ദൃശ്യമുണ്ട്. ഒരു പക്ഷേ പ്രാണരക്ഷാർത്ഥം ഈ ഗ്രാമീണർ ഓടി രക്ഷപ്പെടുന്നു. ഗാഡി ബന്ധന, അതായത് വണ്ടി അവിടെ വന്നിട്ടുണ്ടും എന്നൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്. ആ ഒരുപക്ഷെ ടാങ്കർ ലോറി ആ സമയത്തായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാകുക. അദ്ദേഹം അവിടെ ടാങ്കർ ലോറി പാർക്ക് ചെയ്ത് തൊട്ട് എതിർവശത്തുള്ള ചായക്കടയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതും ആ രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ആ ടാങ്കർ ലോറി വന്ന സമയത്തായിരിക്കും ഈ അപകടം ഉണ്ടായത്. അർജുന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അർജുൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത്രയും വലിയൊരു മല ഇടിഞ്ഞ് താഴേക്ക് വീണത്. എന്തായാലും വലിയ ശബ്ദത്തോടുകൂടി ആ ശബ്ദം കേട്ട് ആ ഗ്രാമീണർ ഭയപ്പെടുന്നു. ഭീതിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ് ഇത്. എന്തായാലും ഇനി വരുന്ന ഈ തെരച്ചിലിൽ ഈ ദൃശ്യം വളരെ നിർണായകമാകും. പുഴയിലാണ് ലോറി എന്നത് ഈ ദൃശ്യം കാട്ടിത്തരുന്നു. എന്തായാലും ഗ്രാമീണർ ഓടി രക്ഷപ്പെട്ടത് കാരണം ഇവിടെ വീടുകൾക്കൊക്കെ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത്. ഉളുവര എന്ന് പറയുന്ന തൊട്ടെതിർവശത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ആ ദൃശ്യമാണ്, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ബൈജു, ഇന്ന് ശക്തമായ അടിയൊഴുക്ക് കാരണം ഇന്ന് ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാത്ത വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് റഡാർ സിഗ്നലും സോണാർ സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ ലഭിച്ച സാഹചര്യത്തിൽ നാളെ അതായിരിക്കുമോ സേനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി? ഇത് എങ്ങനെ ഈ പ്രദേശത്ത് ആ വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് പരിശോധന നടത്താൻ കഴിയും? കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ടുവന്ന് ഈ കിട്ടിയ സിഗ്നൽ ഇത് കുറച്ചുകൂടി സ്ഥിരീകരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കുമോ ഒരുപക്ഷെ രാവിലെയുള്ള മണിക്കൂറുകൾ നടക്കുക? തീർച്ചയായും അപർണ, അത് തന്നെയായിരിക്കും. കാരണം നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സൈന്യം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. പുഴയുടെ അടിത്തട്ടിൽ വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യമാണ് തിരച്ചിലിൽ കണ്ടെത്തിയത്. അതായത് റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്താണ് ഇപ്പോൾ സോണാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സൈന്യം പറയുന്നത് അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ മറിഞ്ഞു വീണ ടവറോ ആകാമെന്ന ഒരു സംശയം സൈന്യം പറയുന്നുണ്ട്. എന്തായാലും ഇത് പരിശോധനയിൽ മാത്രമേ ഇത് വ്യക്തമാകൂ. നാളെ ഇതേ ഇടത്തായിരിക്കും തിരച്ചിൽ നടത്തുക എന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും വലിയ തോതിലുള്ള തിരച്ചിൽ നടന്നിട്ടുണ്ട്. അത് നാവികസേനയായാലും കരസേനയായാലും എല്ലാവരും സംയുക്തമായൊരു തെരച്ചിൽ തന്നെയായിരുന്നു. NDRFന്റെ മേൽനോട്ടത്തിൽ വലിയ തോതിലുള്ള തെരച്ചിൽ ഇന്ന് നടന്നിട്ടുണ്ട്. ഏതായാലും തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ തെരച്ചിലിലും അത് ഇന്നലെ നടന്ന തെരച്ചിലിലും വലിയ തൃപ്തിയുണ്ട്. നാളെ വലിയ സംവിധാനങ്ങൾ എത്തുന്നു, അതും കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഏതായാലും അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് ലോറി അകത്താണ് അർജുൻ ഉണ്ടാവുക എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സൈന്യവും എത്തിയിട്ടുള്ളത്. ലോറി കണ്ടെത്തിയാൽ അർജുനിലേക്ക് എത്താൻ പറ്റും. കൂടാതെ ഇവിടുത്തെ പ്രദേശവാസികളായ 2 പേരുടെയും കൂടി കാണാതായിട്ടുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇതേ സ്ഥലത്ത് തന്നെ അവരും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാളെ നിർണായകമായ ദിവസമാണ്. നാളത്തെ പരിശോധന, നാളത്തെ തിരച്ചിൽ നിർണായകമാണ്. ഒരു പക്ഷേ നാളെ അർജുനെ അതുപോലെ തന്നെ ലോറിയെയും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ബൈജു, ഈ സമയത്ത് പോലും ബൈജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു സൂചനകൾ വന്നതുകൊണ്ട് അപ്പോഴും വരുന്നൊരു സംശയം അത് മെറ്റൽ ടവർ അത് വീണിട്ടുണ്ട്, അതാകാനുള്ള അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട്. പക്ഷേ ലോറിയെക്കാളും നീളമുള്ള ടവർ ആയതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ നാളെ തന്നെയുള്ള പരിശോധനയുടെ ആദ്യ മണിക്കൂറുകളിൽ അത് വേർതിരിച്ചറിയാനുള്ള ഒരു സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ആ കാര്യം വ്യക്തമാകും. വലിയ ലോഹവസ്തു കണ്ടുവെന്നാണ് സൈന്യം പറയുന്നത്. അത് സ്ഥിരീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ
സൈന്യം വ്യക്തമാക്കുന്നത്. ഏകദേശം ഈ ലോറി ആകാനുള്ള സാധ്യതയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് തിരച്ചിലിൽ കൃത്യമായ കണ്ടെത്തിയാൽ മാത്രമേ സൈന്യം അതിനൊരു സ്ഥിരീകരണം നൽകൂ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിഗമനം ഇപ്പോൾ സൈന്യം പങ്കുവെക്കുന്നത്. എന്തായാലും ഈ തിരച്ചിൽ അതിന്റെ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നുവെന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പരിശോധനകൾ ഇന്ന് നടന്നിട്ടുണ്ട്. നമുക്കറിയാം ആ ഭാഗത്തേക്ക് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും വൈകിയാണ് അറിയുന്നത്. ഈ വൈകിയ വേളയിലും പ്രേക്ഷകർ അറിയണം, ഒരുപാട് പേർ അർജുനായി കാത്തിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ അർജുനെ അത്രത്തോളം കാത്തിരിക്കുന്നു. നമ്മളും പല ദിവസങ്ങളായി ഇവിടുന്ന് ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ വിവരം അറിയാൻ പലരും നമ്മളെ വ്യക്തിപരമായും വിളിക്കുന്നുണ്ട്. അത്രത്തോളം വൈകാരികമായ ഒരു സംഭവമായി ഇത് മാറിയത് കൊണ്ട് തന്നെയാണ് ഈ രാത്രിയിലും നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ ഈ രാത്രിയിലും ഈ വിവരങ്ങൾ ഇത്തരത്തിൽ പങ്കുവെക്കാൻ തയ്യാറാകുന്നത്. എന്തായാലും വളരെ നിർണായകമായ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. വളരെ പ്രധാനപ്പെട്ട തിരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണത്. എന്തായാലും ഈ ദൃശ്യം നമ്മോട് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വലിയ വ്യാപ്തിയുള്ള അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിലൊരു മല ഇടിഞ്ഞ് വീഴുന്നത് കൃത്യമായ ദൃശ്യം ഇതിൽ പതിഞ്ഞിരിക്കുന്നു. ഗ്രാമീണർ അത്രത്തോളം ആ അപകടത്തിൽ നിന്നും അവർ ഓടി രക്ഷപ്പെടുന്നു. ഒരു പക്ഷേ ആ പുഴ ആ സമയത്ത് ഗ്രാമീണർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ആ വെള്ളപ്പാച്ചിലിൽ അവർ ആ പുഴയിലേക്ക് ചിലപ്പോൾ മറിഞ്ഞു വീഴുമായിരുന്നു. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം. പ്രാണരക്ഷാർത്ഥം അവർ ഓടി രക്ഷപ്പെടുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. എന്തായാലും നാളത്തോടുകൂടി ഇതിലൊരു വ്യക്തത വരും. ഒരു പക്ഷേ വലിയ സൂചനകൾ നാളത്തെ ദിവസം ഉണ്ടാകും. ആ ഒരു ദിവസം ഏതായാലും നാളത്തെ വളരെ നിർണായക ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് ഈ ശിരൂരിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്കോളയിലും ശിരൂരിലുമായി അവർ ദിവസങ്ങളായി ഇവിടെ കാത്തിരുന്നു, റൂമെടുത്ത് കാത്തിരിക്കുന്നു. പലരും വീണ്ടും ഇങ്ങോട്ടേക്ക് കൂടുതലായി വരുന്നു. നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ സ്ഥലത്തെത്തുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു. എന്തായാലും അർജുനായുള്ള തിരച്ചിലിൽ വളരെ നിർണായക തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ ഒരു സംശയമില്ലാതെ പറയാം. ഏതായാലും നാളെ നല്ലൊരു വാർത്ത, ഇത് അർജുനെ കണ്ടെത്തി, അർജുൻ ലോറി കണ്ടെത്തി എന്ന ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നു. അതിന്റെ സൂചനകളാണ് ഇത്. സൈന്യത്തിന്റെയും നാവിയുടെയും പരിശോധന അതിന്റെ വളരെ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളേക്ക് 9ാം നാളാണ് ഈ അർജുനെ ഇത്തരത്തിൽ കാണാതായിട്ട്. അർജുനെയും ഇത്രയും വലിയൊരു ലോറിയും എന്തായാലും വലിയ ലോഹവസ്തുവാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് ടവർ ആകാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു സ്ഥിരീകരണം വേണമെങ്കിൽ പരിശോധന ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാകൂ. ഏതായാലും നാളെ കൃത്യമായ സൂചന നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപർണ, റൈറ്റ്. ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു KV ബൈജു. നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. റഡാർ സിഗ്നൽ ലഭിച്ചിടത്ത് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചിരിക്കുന്നു. അർജുന്റെ ലോറിയാണോ എന്നുള്ള സംശയമാണ്. അവിടെ നാവികസേന നടത്തിയ അതേ തെരച്ചിലാണ് ഈ സോണാർ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ 2 സിഗ്നലുകളും ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. അത് കേന്ദ്രീകരിച്ചാകും നാവികസേന ബുധനാഴ്ച നാളെ തെരച്ചിൽ നടത്തുക. ഒരു പക്ഷേ മെറ്റൽ ടവർ മറിഞ്ഞ് പുഴയിൽ വീണതായിട്ടുള്ള വിവരമുണ്ട്. അതാകാനുള്ളൊരു സാധ്യത. അല്ലെങ്കിൽ അർജുന്റെ ലോറി തന്നെ ആകാം. ആദ്യത്തെ മണിക്കൂറുകൾ നടക്കുന്ന പരിശോധന തന്നെ അത് വ്യക്തമാക്കും. ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് ഇറങ്ങാൻ സേനയ്ക്ക് കഴിഞ്ഞില്ല. നാളെ ആ വെല്ലുവിളികൾ കൂടി നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സേന ഇറങ്ങുക. അതിനിടയിലാണ് ഗ്രാമീണർ പകർത്തിയ ദൃശ്യം, ഷിരൂരിലെ കുന്നിടിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ഗ്രാമീണർ പറയുന്നത് കന്നഡ ഭാഷയിൽ പറയുന്നു, വണ്ടിയുണ്ട് കുന്നിൽ എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്.